أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقل جاء الحق وزهق الباطل إن الباطل كان زهوقا الله العظيم സൂറത്തുൽ ഇസ്രാ ആയത്ത് 81. വഖുൽ നബിയെ താങ്കൾ പറയുക, ജാ അൽ ഹഖു സത്യം വന്നു, വസഹഖ തകർന്നു, അൽ ബാത്തിലു അസത്യം, ഇന്നൽ ബാത്തില നിശ്ചയം അസത്യം, കാന സഹൂഖ അത് തകരുന്നത് തന്നെയായിരുന്നു. സഹൂഖ് ആയിരുന്നു, അല്ലെങ്കിൽ സഹൂഖ് തന്നെയാകുന്നു. സഹൂഖ് തകരുന്നത് ആകുന്നു എന്നർത്ഥം. കഴിഞ്ഞ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായകമാകുന്ന ഒരു അധികാര ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് ഈ പറയുന്നത് ആ അധികാര ശക്തി കിട്ടിക്കഴിഞ്ഞ ശേഷം സംഭവിക്കാൻ പോകുന്ന കാര്യം മുൻകൂട്ടി പറയാൻ ആവശ്യപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രാർത്ഥിച്ച് അത് നേടിയാൽ ഇത് കിട്ടി എന്ന് പറഞ്ഞുകൊള്ളൂ, അഥവാ ഇത് ഉറപ്പിച്ചുകൊള്ളൂ എന്നർത്ഥം. നമ്മൾ ഉറപ്പായ കാര്യങ്ങൾ പറയുമ്പോൾ വരാൻ പോകുന്നത് വന്ന പോലെ പറയുക സംസാരത്തിൽ സാധാരണമാണ്. ഞാനിതാ വന്നു കഴിഞ്ഞു എന്ന് പറയലുണ്ട് വിളി കേട്ടിട്ട്. എവിടെ വിളിക്കുന്നത് എടുത്തിരുന്നിട്ടായിരിക്കും പറയാ ഞാൻ ഇതാ വന്നു കഴിഞ്ഞു എന്നൊക്കെ. എന്നതുപോലെ അത് കിട്ടിയില്ലെന്ന് വിചാരിച്ചാൽ മതി എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന നിറവേറാൻ വേണ്ടി പ്രവർത്തിച്ച് അത് നേടുകയും ചെയ്താൽ ഈ കാര്യം ഉറപ്പായി, പിന്നെ താങ്കൾ ഇത് പറയും എന്നർത്ഥം, എന്ന് സൂചനയാണ്. അഥവാ പിന്നീട് മനസ്സിലായത് അനുസരിച്ച് മുഫസ്സിറുകൾ വിശദീകരിച്ചത് ഇത് ഫത്ഹ് മക്കയുടെ സമയത്ത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് എന്നാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിമോചിപ്പിക്കുന്ന സമയത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത വ ഹവലൽ ബൈത്തി 60 വ 300 സ്വനമിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രവേശിച്ചു. അവിടെ കഅബയുടെ ചുറ്റും വഹവലൽ ബൈത്തി 60 വ 300 സനത്തിൻ, കഅബയുടെ ചുറ്റും 360 വിഗ്രഹങ്ങൾ ഉള്ള അവസ്ഥയിൽ ഫജഅല യത്അനുഹാ ബിഊദിൻ ഫീ യദിഹി, തൻ്റെ കൈവശമുള്ള ഒരു കോലുകൊണ്ട് അതിനെയൊക്കെ തകർത്തു. വയഖൂലു, എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടായിരുന്നു, ജാ അൽ ഹഖ് വ സഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂഖ. അതുപോലെ ഖുൽ ജാ അൽ ഹഖ് വമാ യുബ്ദിഉൽ ബാത്തിലു വമാ യുഈദ്, അത് സൂറ സബയിലെ ആയത്താണ്. നബിയെ പറയൂ, സത്യം വന്നു, വമാ യുബ്ദിഉൽ ബാത്തിലു, പുതിയൊരു ബാത്തിൽ ഇനി തുടങ്ങുകയില്ല, വമാ യുഈദ്, പഴയത് മടങ്ങി വരികയുമില്ല. അതുപോലെ സൂറത്തുൽ അംബിയയിലുണ്ട്, ബൽ നഖ്ദിഫു ബിൽ ഹഖ് അൽ ബാത്തിലി ഫയദ്മഉഹു ഫൈദാ ഹുവ സാഹിഖുൻ, നാം സത്യം കൊണ്ട് ബാത്തിലിനെ അടിക്കുന്നു, അപ്പോൾ അതിൻ്റെ തല ഫയദ്മഉഹു, അപ്പോൾ അതിൻ്റെ തല തകരുന്നു, ഫൈദാ ഹുവ സാഹിഖുൻ, അപ്പോഴതാ അത് തിരോഭവിക്കുന്നു. ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ വേറെയും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും സൂറത്തു സബയിലെയും ഈ ആയത്തും ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫത്ഹ് മക്കയുടെ സമയത്ത് ഓതിയിരുന്നത്. അങ്ങനെയാണ്, താങ്കൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊള്ളൂ, പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊള്ളൂ. അതിൻ്റെ ഇടക്ക് 8 കൊല്ലം ഉണ്ട്. ആ 8ാമത്തെ കൊല്ലത്തിലാണ് ഇങ്ങനെ പറയൂ എന്ന് പറയുന്നത്. ഖുർആൻ പാരായണമല്ലാതെ യാഥാർത്ഥ്യമായി പുലരുന്നതായി പറയുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവസരം കിട്ടിയത്. ഇവിടെ ഹഖ് ബാത്തിൽ 2 സാധനങ്ങളെ അല്ലാഹു തആല
എടുത്തു പറഞ്ഞിരിക്കുന്നു. ജാ അൽ ഹഖു, സത്യം വന്നു. എന്താണ് സത്യമെന്ന് പറയുന്നത്? അത് അള്ളാഹുവിൻ്റെ ദീന് മുഴുവനുമാണ്. അഥവാ ദീനുൽ ഹഖ്, അള്ളാഹുവിൻ്റെ പ്രപഞ്ചം, അവൻ്റെ ഭൂമി, അവൻ്റെ നിയമം, അവൻ്റെ വ്യവസ്ഥ, ഇങ്ങനെ എല്ലാം അള്ളാഹുവിൻ്റേതാകുക. വയക്കൂന ദീനു കുല്ലഹൂലില്ല, ദീന് മുഴുവൻ അള്ളാഹുവിനാകുന്നത് വരെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദർശം നടപ്പാക്കപ്പെട്ടു, തൗഹീദ് നടപ്പാക്കപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കി ശരീഅത്തും നടപ്പിൽ വന്നു. അതിപ്പോൾ ഇവിടെ വന്നു എന്ന് പറയുന്നത് വരുമെന്ന് ഉറപ്പാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് പോകുകയാണ്. അത് നിരാശനായിട്ടുള്ള ഒരു പിൻവാങ്ങലോ ഒരു ഒഴിഞ്ഞുപോക്കോ അല്ല, പകരം ശക്തമായ ഒരു വരവ് ആണ്. അതാണ് മുഖ്റജ സിദ്ഖിൻ മുദ്ഖല സിദ്ഖിൻ എന്നൊക്കെ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോക്ക് ഒരു ഒഴിഞ്ഞുപോക്ക്, ഒരു തോറ്റുപോക്ക് അല്ല, ഒരു വരവാണ്. അതുകൊണ്ട് വന്നു എന്ന് പറഞ്ഞോളൂ, അല്ലാതെ വരും, ഒരു കാലത്ത് സത്യം വരും എന്നല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലേക്കുള്ള യാത്ര, ഹിജ്റ, ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണല്ലോ. പിൽക്കാലത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്ന കാലത്താണ് ഹിജ്റ കലണ്ടർ ഉണ്ടാക്കുന്നത്. ആ ചർച്ചയിൽ പല സംഭവങ്ങളും പരാമർശിക്കപ്പെട്ടു, അല്ലെങ്കിൽ നിർദ്ദേശിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം, അതുപോലെ നുബുവത്ത് കിട്ടിയത്, ഫത്ഹു മക്ക, ബദർ, ഇങ്ങനെയുള്ള പല ഇസ്ലാമിക ചരിത്രത്തിലെ നാഴികക്കല്ലുകളും ഹിജ്റ വർഷത്തിൻ്റെ ആരംഭമായിട്ട് നിർദ്ദേശിക്കപ്പെട്ടു. അവസാനം അവർ ഐക്യകണ്ഠേന തീരുമാനത്തിലെത്തിയത് ഹിജ്റയാണ്, ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. അതുകൊണ്ട് തന്നെ ഹിജ്റ നടന്ന വർഷം ഒന്നാമത്തെ വർഷമായി കണക്ക് കൂട്ടി ഇക്കൊല്ലം ഹിജ്റ 17 കൂട്ടണം എന്ന് അന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഹിജ്റ 17 കൊല്ലത്തിലാണ് കലണ്ടർ നിലവിൽ വന്നത്. പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു വലിയ സംഭവം തന്നെയായിരുന്നു എന്ന് അവർക്കും മനസ്സിലായതുകൊണ്ടാണ് അത് സെലക്ട് ചെയ്യപ്പെട്ടത്. പക്ഷേ ഭാവി അറിയുന്ന അല്ലാഹു തആല ആ ഹിജ്റക്ക് ഒരുങ്ങുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹിജ്റ പോകുമ്പോൾ പറയുന്ന വാചകമാണ് സത്യം വന്നു കഴിഞ്ഞു. അഥവാ ഇത് സത്യത്തിൻ്റെ വരവാണ്, അസത്യത്തിൻ്റെ തകർച്ചയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടുന്ന് പോകുന്നതോടുകൂടി അസത്യം തകർന്നു കഴിഞ്ഞു എന്നാണ് പറയാൻ ആവശ്യപ്പെടുന്നത്. പിന്നെ പറഞ്ഞു അത് അസത്യത്തിൻ്റെ സ്വഭാവം തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ തനിമ തന്നെ അത് തകരുന്നതാണ് എന്നതാണ്. അല്ലാതെ സത്യത്തിന് യഥാർത്ഥത്തിൽ നിലനിൽപ്പില്ല. ബാത്തിലിന്, അസത്യത്തിന് യഥാർത്ഥത്തിൽ നിലനിൽപ്പില്ല, ബാത്തിലിന്. എന്താണ് ബാത്തിലിന് നിലനിൽപ്പില്ലാത്തത്? നമ്മൾ പലപ്പോഴും പറയുന്ന ഉദാഹരണം പോലെ, ബാത്തിൽ എന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധാരണയാണ്, സത്യമെന്ന് പറയുന്നത് ഒരു ശരിധാരണയുമാണ്. ശരിധാരണ ഒരാൾ സത്യമായത് അംഗീകരിക്കാൻ, ഉദാഹരണം, ഒരാൾ പകല് കിടന്നുറങ്ങുന്നു, അയാൾ വിചാരിക്കുന്നത് ഇപ്പോൾ രാത്രിയാണ് എന്നാണ്. അയാൾക്ക് പറയുന്നത് ബോധ്യപ്പെടാൻ അയാളൊന്ന് കണ്ണ് തുറന്ന് നോക്കിയാൽ മതി. അയാൾ ലോകം മുഴുവൻ കാണണമെന്നില്ല, ഒരു താക്കോൽ പഴുതിലൂടെ ഒന്ന് പുറത്തു നോക്കാൻ തയ്യാറായാൽ മതി. അല്ലെങ്കിൽ അയാളെ മുഖം മൂടിയിരിക്കുന്ന കട്ടിയുള്ള പുതപ്പ് ഒന്ന് നീക്കി നോക്കാൻ അയാൾ സന്നദ്ധമായാൽ ഇപ്പോൾ പകലാണ് എന്ന് പറയുന്നവൻ്റെ വാചകം പറയുന്നതിനേക്കാൾ കൂടുതൽ സത്യമാണ് എന്ന് അയാൾക്ക് തന്നെ ബോധ്യപ്പെടും. അതിനുവേണ്ടി അയാൾ ഒരു സൂചന, ഒരു കണ്ണ് മെല്ലെ ഒന്ന് നീക്കി നോക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഒരാളെ രാത്രിയാണിപ്പോൾ എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പകലിൽ ഒരു റൂമിലിട്ട് അടച്ചാൽ അത് തെറ്റിദ്ധാരണയാണെന്ന് മനസ്സിലാക്കാൻ അയാൾക്ക് ഒരു താക്കോൽ പഴുത്, അല്ലെങ്കിൽ ഒരു ജനലിൻ്റെയോ മറ്റോ കുറ്റിയുടെ ഒരു സ്ക്രൂ ലൂസായതിൻ്റെ ഒരു ചെറിയ ഗ്യാപ്പ് മതിയാകും പുറത്തിപ്പോൾ പകലാണ് എന്ന് തിരിച്ചറിയാൻ. അത്ര വേഗം വരുന്നതാണ് ഹക്ക് എന്ന് പറയുന്നത്. എന്നാൽ ബാത്തിൽ അങ്ങനെയല്ല. ഇതേ ഉദാഹരണം തന്നെ എടുക്കുക. ഒരാളെ പകലിൽ
രാത്രിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മുറിക്കകത്തിട്ട് പൂട്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഒരാൾ രാത്രിയാണെന്ന് തെറ്റിദ്ധരിച്ച് എഴുന്നേൽക്കാതെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. എത്ര വേഗം പൊളിയും ആ തെറ്റിദ്ധരിപ്പിക്കലുകൾ. ആ തെറ്റിദ്ധരിപ്പിക്കലിന് യഥാർത്ഥത്തിൽ നിലനിൽപ്പില്ല. മനുഷ്യൻ അയാളൊന്ന് കണ്ണു തുറക്കുന്നത് വരെ മാത്രമേ, അല്ലെങ്കിൽ അയാളൊരു താക്കോൽ പഴുതിലൂടെ ഒന്ന് നോക്കാൻ തയ്യാറാകുന്നത് വരെ മാത്രമേ അതിന് നിലനിൽപ്പുള്ളൂ. അത് കഴിഞ്ഞാൽ അത് താനേ തകരും. അതുകൊണ്ട് തന്നെ അത് നിലനിർത്തുന്ന ആളുകൾ വലിയ പാടുപെടേണ്ടിയും വരും. ഇയാളെങ്ങാനും എണീക്കുമോ, അയാൾ കണ്ണ് തുറന്നു കളയുമോ, അയാൾ ഈ താക്കോൽ ദ്വാരത്തിലൂടെ നോക്കിക്കളയുമോ? അങ്ങനെ സത്യം മനസ്സിലാക്കുവാനുള്ള എല്ലാ വഴികളും അടച്ചു വെച്ചിട്ടും ബാത്തിലിൻ്റെ ആളുകൾക്ക് ഫോബിയ മാറൂല. അതാണ് ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയയുടെ അടിത്തറ. ഏതെങ്കിലും ഒരു ദ്വാരത്തിലൂടെ ഇതാണ് സത്യം, ഇത് അസത്യമാണ് ഞങ്ങളീ പറയുന്നത് എന്ന് ഇവൻ മനസ്സിലാക്കിക്കളയും എന്ന പേടിയാണ് അവരെ നയിക്കുക. സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ സത്യം നിലനിൽപ്പുള്ളതാണ്. ആര് എത്ര ചകഞ്ഞു നോക്കിയാലും സത്യം സത്യമാണെന്നും അള്ളാഹു ഏകനാണെന്നും അവൻ്റേതാണ് പ്രപഞ്ചമെന്നും അവനാണിത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതെന്നും മനുഷ്യനെ അവൻ വളരെ സ്വോദ്ദേശ്യപൂർവ്വം സൃഷ്ടിച്ചതാണെന്നും അതുപോലെ മനുഷ്യൻ്റെ ജീവിതം ഇതോടെ അവസാനിക്കുന്നതല്ലെന്നും അതിന് വലിയൊരു യഥാർത്ഥ ജീവിതം വേറെ വരാനുണ്ടെന്നും അവിടെ രക്ഷാശിക്ഷകളുണ്ടെന്നും പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണെന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ റസൂലാണെന്നുമൊക്കെ നിഷ്പക്ഷമായി പഠിക്കുന്ന ആൾക്ക് സ്വയം ബോധ്യം വന്ന് അയാൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്നും. അത് പറയാൻ സമ്മതിക്കാതെ അബൂജഹലാദികൾ ആളുകളെ തടുത്തു വെച്ചിട്ട് ഒരു കാര്യവുമില്ല. അവർ തകരാൻ പോകുകയാണ്. മറിച്ച് അവർ പിടിച്ചു നിർത്തുന്ന ബാത്തിൽ അത് ആളുകൾ കൂട്ടത്തോടെ കൈയൊഴിക്കും. കാരണം അവർക്ക് തിരിച്ചറിയേണ്ടി വരും, ഞങ്ങൾ ഇത്രയും കാലം താങ്ങിപ്പിടിച്ച് നിന്നിരുന്നത് തനി വിഡിത്തത്തെയായിരുന്നു, ജാഹിലിയത്തിനെയായിരുന്നു എന്ന്. അത് എക്കാലത്തും അതിൻ്റെ സ്വഭാവമാണ്. മനുഷ്യൻ നേരെ ചൊവ്വയൊന്ന് ചിന്തിക്കാൻ തയ്യാറായാൽ അത് അവരുടെ കൈവശമുള്ളത് അസത്യമാണ് എന്ന് അവർക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ടാണല്ലോ ഇക്കാലത്തും വലിയ ബുദ്ധിജീവികളായ ആളുകൾ ഇസ്ലാമിനെതിരെ രംഗത്ത് വന്നിട്ട് അതിനെതിരെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവരുടെ കൈവശമുള്ള അസത്യത്തിൻ്റെ ഭാണ്ഡക്കെട്ടുകൾ മുഴുവൻ വലിച്ചെറിഞ്ഞ് അള്ളാഹുവിൻ്റെ ദീന് പുൽകുന്ന മഹാകാഴ്ച വലിയ ബുദ്ധിജീവികളായ ആളുകൾ, വലിയ പണ്ഡിതന്മാരായ ആളുകൾ സത്യത്തെ പുൽകുന്ന കാഴ്ച ഇന്നും 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് വന്ന ഒരു ചിന്താഗതിയെ ഇന്നും ആളുകൾ തിരിച്ചറിഞ്ഞ് പുൽകുന്നതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം ഇതാണ് എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അസത്യം അസത്യമായി തിരിച്ചറിയുവാനും അത് കൈയൊഴിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദ്റ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. صلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.